സ്വാമി ശരണം. മണ്ഡലകാലമൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, കുറച്ച് ഭക്തിയൊക്കെ ആവാമല്ലോ. ഇത് ഞാൻ ആദ്യം നിങ്ങളെ കുറച്ച് വീഡിയോസ് കാണിക്കാം, അതൊന്ന് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. ഇനി ഇതുവരെല്ലാം ഇത് അഴിക്കണ്ടേ? അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വേറൊന്നുമല്ല. ഇത് ഞാൻ പറയട്ടെ, ഞാനിതൊരു മതത്തെയോ ഒരു വിശ്വാസത്തെയോ ഒന്നും കളിയാക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. ഇതൊരു പാർട്ട് ഓഫ് മാനേഴ്സ്. അതായത് നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്സ് ട്രാവൽ ചെയ്ത പല കോച്ചസിൽ ഇതുപോലെ അയ്യപ്പന്മാരുണ്ടായിരുന്നു. അവർ മലയ്ക്ക് പോവാണ്, ശരി തന്നെ. പക്ഷേ ഒരുപാട് കോച്ചസ് ഇതുപോലെ മാലകളിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ ഇട്ടെങ്കിൽ അത് അവർ അഴിച്ചിട്ട് പോകണം. അല്ലാതെ അവിടെ 5-10 ഡെയിലി വേജിന് ജോലി ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇത് അവർക്കൊരു എക്സ്ട്രാ ജോലിയായിട്ട് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ അവർക്ക് പൈസ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മളത് ചെയ്യണം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വണ്ടി അലങ്കരിക്കണം, അല്ലെങ്കിൽ ചന്ദനം പൂശിയിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെ ഇതുപോലെ രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് മറ്റുള്ളവരെ ഉണർത്തി അവരുടെ ഉറക്കവും കളഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങൾ അഡീഷണൽ നിങ്ങളൊരു വണ്ടി റെൻ്റ് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പോകും. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ കുറേയൊക്കെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും. ഇത് പബ്ലിക് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എണീറ്റ് ലൈറ്റ് ഇടുന്നു, നിങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ശരണം വിളിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു, വേളം ഉണ്ടാക്കുന്നു. എന്തിനാണ്? ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മറ്റുള്ളവരെ ദ്രോഹിച്ച് നിങ്ങളുടെ ഭക്തി ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് പിടിക്കണമെന്ന്, മുറുക്കെ പിടിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്ലീസ് ഇത് ചെയ്യരുത്, പ്ലീസ്. നിങ്ങൾ കിട്ടിയിട്ട മാലകൾ ലാസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫ് അഴിച്ചു മാറ്റുന്ന ഞാൻ കണ്ടാണ്. ഞാൻ അയാളോട് ചോദിച്ചിട്ട് അയാളുടെ വീഡിയോ ഞാൻ എന്നിട്ട് എടുത്തു. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ അന്ന് ഞാൻ എടുത്തത്. ഈ ട്രാവൽ ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിച്ച് പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ആ ട്രെയിനിലുള്ളത്. ഇങ്ങനൊന്നും ചെയ്യരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. പ്ലീസ് ഡോണ്ട് ഡു യൂസ്. ആരാണെങ്കിലും ശരി, പ്ലീസ്. അയ്യപ്പന്മാർ ഇപ്പം തന്നെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പമ്പയിൽ പോയി വേസ്റ്റ് തള്ളുന്ന, തുണിയൊക്കെ കുളിച്ചിട്ട് അവിടെ തന്നെ അഴിച്ചിട്ട് പോകുന്നു. എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് കളിയാക്കാമെന്ന് ചോദിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നത്? പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, മണ്ഡലകാലമാണ്, ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. സ്വാമി ശരണം.